ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവരുടെ 9th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഒന്നുമില്ല, രാവിലെ എണീച്ച് വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പെട്ടെന്ന് പ്ലാന് മാറിയത്. ഒന്നുമില്ല, ചേച്ചീനെ കാണാൻ പോകുന്നുണ്ട്. ചേച്ചീനെ കാണാൻ പോകാൻ പിന്നെ എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, ഞാൻ അപ്പാടോടും. അതിന് പിന്നെ എനിക്ക് സുഖമില്ലാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുടക്കം ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെയില്ല അത് സാധിച്ചെടുക്കും കേട്ടോ. അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എൻ്റെ 2 ട്രോഫികളുണ്ട് അവിടെ. അപ്പോൾ അവരെ കാണാൻ കിട്ടിയ അവസരങ്ങൾ, അവരെ കളികൾ കാണാൻ കിട്ടിയ അവസരങ്ങളൊന്നും ഞാൻ കളയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ ഇരിക്കുന്നത്. ഒരിടത്ത് ഇറങ്ങുന്നതല്ലേ, എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ ബാക്കിയുണ്ടായിരുന്ന ദോശയും ചിക്കൻ കറി അടിച്ച് കയറ്റും കേട്ടോ. കൂടെ മുത്തപ്പൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ചായ പോലത്തെ ഒരു ചായ അമ്മ തന്നെ. അപ്പോൾ എൻ്റെ കഴിപ്പ് കണ്ട് അമ്മ ചോദിച്ചോടി എനിക്ക് ഇനിയും വേണോ? ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, ഇനി ബിരിയാണി തട്ടാനുള്ളതല്ലേ, നമുക്ക് ഇറങ്ങാമെന്ന്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു കാഷ്വൽ സാധനം കേട്ടോ ഞാൻ ഇട്ട്. നല്ലൊരു ഡെനിമാണ്, നല്ല അത്യാവശ്യം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള, എൻ്റെ വയറൊന്നും അധികം മുറങ്ങാത്ത രീതിയിലുള്ള ഒരു ഡെനിം പാൻറ്റാണ്. അപ്പോൾ അടുത്ത് പർച്ചേസ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 2 പേരും 2 ക്യൂട്ടീസ് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യുന്ന കേട്ടോ. പിന്നെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ പോകാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ ഈ 2 പിള്ളേഴ്സിൻ്റെ കളി കാണാൻ അയ്യോ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഞങ്ങൾ നേരെ റിട്ടേൺ അടിച്ചു കേട്ടോ.